ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് അമ്മു ഓഫീസിൽ പോയത്. അമ്മുവിനെ കണ്ടപ്പോൾ ഹരി ചോദിച്ചു, എന്തു പറ്റി അമ്മു? കുറച്ചു നേരം വെയിൽ കൊണ്ടപ്പോഴേക്കും പനി പിടിച്ചോ? കുറച്ചെല്ലാം വെയിലും മഞ്ഞും മഴയും കൊണ്ട് വളരണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം വരും. ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളെ കുറെ കാലം കഴിയുമ്പോൾ തുറന്നുവിട്ടാൽ അവർ പുറത്തുപോയി ആഹാരം കണ്ടെത്തി കഴിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടും. അതുപോലെ ഇപ്പോ അമ്മുവിന്റെ അവസ്ഥയും, ഹരി പറഞ്ഞു. നിങ്ങളെനിക്ക് പണി തരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു പണിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്നുള്ളൊരു പണിയായതുകൊണ്ട് ഞാനൊന്ന് വാടി എന്ന് കരുതി ഞാൻ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, അമ്മു പറഞ്ഞു. അമ്മു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ എന്റെ ബോസിന്റെ മകളല്ലേ? നിനക്ക് ഞാൻ പണി തരണോ? നീ പറയുന്ന പണിയല്ലേ ഞാൻ ചെയ്യേണ്ടത്? ഹരി ചോദിച്ചു. ആര് ആർക്കൊക്കെയാണ് പണി കൊടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇങ്ങനെ ഒരു പണി തരാൻ നിങ്ങൾ തീരുമാനിച്ചത് ഞാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? എന്നാ ഞാൻ അത് തിരുത്തി. ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു, അമ്മു പറഞ്ഞു. ആഹാ, അപ്പോ പണി പഠിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഹരി ചോദിച്ചു. അതെ, ചില പണികൾ പഠിക്കാനും ചിലത് പഠിപ്പിക്കാനും തീരുമാനിച്ചു. നിങ്ങൾ എന്താന്ന് പറഞ്ഞത്? സാറിന്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണിക്കില്ല എന്ന് വിചാരിച്ചു. സാറിന്റെ അത്ര കഴിവൊന്നും അനിയത്തിക്കില്ല. ഞാൻ എല്ലാം കേട്ടു. എനിക്ക് തലവേദനിച്ച് ഞാനിവിടെ കിടന്നേ ഉള്ളൂ, ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ വാക്കുകളിലെ പരിഹാസം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, അമ്മു പറഞ്ഞു. അത് സത്യല്ലേ? നിന്റെ ഏട്ടൻ ചിലപ്പോ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോലും വരാതെ നേരെ സൈറ്റിലേക്കാവും പോവുക. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ വർക്കുകളും തീർത്തിട്ടേ വീട്ടിൽ പോകൂ. അദ്ദേഹത്തിന്റെ ആ ഹാർഡ് വർക്കിംഗ് കണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കുന്നത്. എന്നാൽ അതേ ആളുടെ അനിയത്തിക്ക് ഹാർഡ് വർക്കിംഗ് പോയിട്ട് വർക്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാനുള്ള മനസ്സില്ല, ഹരി പറഞ്ഞു. എന്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അമ്മു പറഞ്ഞു. അഹങ്കാരി, ഇനി ഇവളുടെ അഹങ്കാരം തീർന്നിട്ടില്ല, ഹരി മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അവൻ അവന്റെ വർക്ക് തുടങ്ങി. അപ്പോൾ അവൾ ചോദിച്ചു, അതെ, ഇന്നെനിക്ക് പണിയൊന്നുമില്ലേ? ഓ, പണി കിട്ടാൻ ഇത്രയ്ക്ക് ആഗ്രഹിച്ചാണോ വന്നത് എന്ന് പറഞ്ഞ് ഒരു ബുക്ക് എടുത്ത് അമ്മുവിന് കൊടുത്തിട്ട് ഹരി പറഞ്ഞു. ഇത് ചെറിയൊരു ടീമിന്റെ വർക്കാണ്. അവർക്ക് ആവശ്യമുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്ക്. അവൾ അത് വാങ്ങി അവളുടെ ചെയറിൽ പോയിരുന്നു. കുറെ വരഞ്ഞത് ശരിയാവാതെ അമ്മു പേപ്പറുകൾ ചുരുട്ടി വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹരി 2-3 ഫയലെടുത്ത് പോകുന്നത് കണ്ട് അമ്മു ചോദിച്ചു, എവിടെ പോവുക? സൈറ്റിലേക്ക് എന്ന് പറഞ്ഞ് ഹരി അവിടുന്ന് നടന്നു. നിക്കൂ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അമ്മു ചെയറിൽ നിന്ന് എഴുന്നേറ്റു. നിനക്ക് പനിയല്ലേ, വരണ്ട, ഹരി പറഞ്ഞു. പനി മാറിയിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അമ്മു അവളുടെ ബാഗിൽ നിന്ന് പേഴ്സ് എടുത്ത് ഹരിയുടെ കൂടെ ചെന്നു. നിനക്ക് ചെയ്യാൻ തന്ന വർക്ക് കഴിഞ്ഞോ? ഹരി ചോദിച്ചു. അത് ഇന്ന് വരച്ചു തീർത്ത് നാളെ പണി തുടങ്ങാനുള്ളതൊന്നും അല്ലല്ലോ. ഞാൻ നാളെ ചെയ്തോളാം. എനിക്കിന്ന് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അമ്മു പറഞ്ഞു. ഹരി മുന്നോട്ട് നടന്നപ്പോൾ അവൾ പിന്നാലെ ചെന്നു. അവൻ കാർ എടുത്തപ്പോൾ അവൾ പറഞ്ഞു, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എന്നിട്ട് അവിടുന്ന് നേരെ ഓഫീസിലേക്ക് കയറിപ്പോന്നു. അവൾ രാജശേഖരന്റെ അടുത്ത് ചെന്ന് കാശ് ചോദിച്ചു. നിനക്കെന്തിനപ്പ കാശ്? രാജശേഖരൻ ചോദിച്ചു. സൈറ്റിൽ പോവുക, എന്റെ കയ്യിൽ വയ്ക്കാനാ, അമ്മു പറഞ്ഞു. നിനക്ക് പനി മാറിയതല്ലേ ഉള്ളൂ, ഇന്ന് സൈറ്റിൽ പോകണ്ട, ഞാൻ ഹരിയോട് പറയാം, രാജശേഖരൻ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ പോകുന്നുണ്ട്, അമ്മു പറഞ്ഞു. അരുണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, രാജശേഖരൻ പറഞ്ഞു. അമ്മു അവിടുന്ന് അരുണിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം പറഞ്ഞു. നീ കാറിലല്ലേ പോകുന്നത്? എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അത് ഹരി നോക്കിക്കോളും. പിന്നെ നിനക്ക് കാശെന്തിനാ? അരുൺ ചോദിച്ചു. ഏട്ടാ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. എന്റെ ആവശ്യത്തിന് കാശ് ചെലവാക്കാൻ എനിക്കറിയാം, അമ്മു പറഞ്ഞു. അപ്പോൾ അരുൺ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് 500 രൂപ അമ്മുവിന് കൊടുത്തു. എനിക്ക് മിഠായി വാങ്ങിക്കാനല്ല കാശ് ചോദിച്ചത്. ഒരു ദിവസത്തെ ചെലവിനാ 2000 രൂപ വേണം, അമ്മു പറഞ്ഞു. ഒരു ദിവസത്തെ ചെലവിന് നിനക്ക് 2000 രൂപയോ? അരുൺ ചോദിച്ചു. എന്റെ മാത്രല്ല, അയാളുടെയും കൂടെയാ, അമ്മു പറഞ്ഞു. അയാളുടെയോ? അരുൺ ചോദിച്ചു. ആ, ഹരിയേട്ടന്റെ കൂടെ. എല്ലാറ്റിന്റെയും ബില്ല് തന്നാൽ പോരെ, അമ്മു ചോദിച്ചു. അപ്പോൾ അരുൺ 2000 രൂപയെടുത്ത് അമ്മുവിന് കൊടുത്തു. അവൾ അതുമായി ചെന്ന് കാറിൽ കയറി. അപ്പോൾ ഹരി കാർ എടുത്തു. സൈറ്റിൽ അമ്മു വെയിൽ കൊള്ളാതിരിക്കാൻ ഹാറ്റ് വച്ചിരുന്നു. ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇളനീർ കുടിക്കാനായി വണ്ടി നിർത്താൻ അമ്മു ആവശ്യപ്പെട്ടു. അത് കുടിച്ചു കഴിഞ്ഞ് ഹരി കാശ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അമ്മു പറഞ്ഞു, ഞാൻ കാശ് കൊടുത്തോളാം. ഹരി അപ്പോൾ അവളെ ഒന്ന് നോക്കി. അവന് ചെറിയൊരു ചിരി വന്നു.
നീ ഒരുങ്ങിയിറങ്ങിയത് തന്നെയാണല്ലേ? ഹരി ചോദിച്ചു. അതെ, ഒരുങ്ങി തന്നെ ഇറങ്ങിയത്, അമ്മു പറഞ്ഞു. അടുത്ത സൈറ്റിലും പോയി കഴിഞ്ഞതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. അപ്പോഴും അമ്മുവാണ് കാശ് കൊടുത്തത്. ലാസ്റ്റ് സൈറ്റിൽ നിന്നിറങ്ങി ഹരി കാറിൽ കയറി. ബാക്ക് ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് അമ്മു കയറിയിട്ടുണ്ടാവുമെന്ന് കരുതി ഹരി കാർ എടുത്ത് മുന്നോട്ട് നീങ്ങിയതും ഒരു വലിയ ശബ്ദം കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ തിരിഞ്ഞു നോക്കിയ ഹരി അമ്മുവിനെ കാറിൽ കണ്ടില്ല. കാർ നിർത്തി പുറത്തിറങ്ങി നോക്കിയപ്പോൾ റൂഫ് കോൺക്രീറ്റിന് വേണ്ടി മുട്ടുകൊടുത്തിരിക്കുന്ന പലകകൾ താഴെ വീണിരിക്കുന്നു. അവിടെയൊന്നും അമ്മുവിനെ കാണാതെ ഹരി ഉറക്കെ വിളിച്ചു, അമ്മൂ. സൈറ്റിലുണ്ടായിരുന്ന പണിക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ഹരി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അമ്മുവിന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു. അമ്മുവിന്റെ ഫോൺ കാറിനുള്ളിൽ നിന്ന് റിങ് ചെയ്യുന്നത് കേട്ട് ഹരി കാറിന്റെ ഡോർ തുറന്നു നോക്കി. അപ്പോൾ അമ്മുവിന്റെ ഫോണും പേഴ്സും കാറിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഹരി ഒരാളെ പിടിച്ചു നിർത്തി ചോദിച്ചു, അമ്മുവിനെ കണ്ടോ? അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു എന്ന് അയാൾ പലകകൾ വീണുകിടക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടി പറഞ്ഞു. അമ്മു എന്ന് വിളിച്ചുകൊണ്ട് ഹരി പലകകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. ആണികൾ അടിച്ച് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നതിനാൽ ഓരോന്നും എടുത്തു മാറ്റാൻ കഴിയാതെ വന്നു. അപ്പോൾ ഒരാൾ വന്ന് ഹരിക്ക് ഒരു കയർ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, സാർ, ഈ കയർ മുട്ടുകൊടുത്ത കാലുകളിൽ പിണഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആ കയർ കാറിന്റെ വീലിൽ ചുറ്റി കാറ് മുന്നോട്ടെടുത്തത് കാരണാ ഇതെല്ലാം വീണത്. ഹരി ചെന്ന് നോക്കുമ്പോൾ ഒരു കയർ കാറിന്റെ വീലിൽ ഉടക്കി കിടക്കുന്നത് ഹരി കണ്ടു. ഹരി വീണ്ടും ചെന്ന് അമ്മു എന്ന് വിളിച്ചുകൊണ്ട് പലകകൾ എടുത്തു മാറ്റാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണിക്കാരും അവനോടൊപ്പം ചേർന്നു. അമ്മുവിന്റെ ഫോൺ കാറിൽ കിടന്ന് റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹരിയുടെ ഫോണും അവന്റെ പോക്കറ്റിൽ കിടന്ന് റിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അവൻ അതെടുക്കാൻ നിൽക്കാതെ പലകകൾ മാറ്റാൻ നിന്നു. നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ ഹരി ഫോൺ എടുത്തു നോക്കി. അരുണായിരുന്നു ഫോണിൽ. ഹരി കോൾ അറ്റൻഡ് ചെയ്യാൻ വല്ലാതെ പേടിച്ചു. വിറയാർന്ന കൈകളോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് പറഞ്ഞു, ഹലോ. അരുൺ ഡ്രൈവിംഗിലാണെന്ന് ഹരിക്ക് മനസ്സിലായി. രാജശേഖരൻ അമ്മു എവിടെയെന്ന് ചോദിക്കാൻ പറയുന്നത് ഹരി കേട്ടു. ഹരി, സൈറ്റിൽ നിന്ന് സൂപ്പർവൈസർ വിളിച്ചിരുന്നു. എന്താ സംഭവിച്ചത്? അമ്മു എവിടെ? അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ, അരുൺ ചോദിച്ചു. സർ, പലകകളിൽ മുട്ടുകൊടുത്തിരുന്ന കാലിളകി വീണു. അതിനോടൊപ്പം കുറച്ച് ഭാഗത്തെ പലകകളും വീണു, ഹരി പറഞ്ഞു. എന്നിട്ട് അമ്മു എവിടെ? അരുൺ ചോദിച്ചു. അമ്മുവിനെ കാണാനില്ല, ഒരു വിറയലോടെ ഹരി പറഞ്ഞു. കാണാനില്ലെന്നോ? അവിടെയെല്ലാം ഒന്ന് നോക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അരുൺ കോൾ കട്ട് ചെയ്തു. ഹരി വീണ്ടും പലകകൾക്കിടയിൽ അമ്മു പെട്ടുകിടക്കുന്നുണ്ടോ എന്നറിയാൻ പലകകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം രാജശേഖരനും അരുണും അങ്ങോട്ടെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയതും രാജശേഖരൻ മോളെ അമ്മു എന്ന് വിളിച്ചുകൊണ്ട് പലകകൾ വീണുകിടക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. ഒപ്പം അരുണും ഉണ്ടായിരുന്നു. അവർ ഹരിയെ കണ്ടപ്പോൾ ഹരി വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. രാജശേഖരൻ ചോദിച്ചു, എങ്ങനെയാ ഹരി ഇത് സംഭവിച്ചത്? അപ്പോൾ സൂപ്പർവൈസർ വന്ന് കാറിന്റെ വീലിൽ ഉടക്കി കിടക്കുന്ന കയർ അവർക്ക് കാണിച്ചു കൊടുത്തു പറഞ്ഞു, ഈ കയർ മുട്ടുകൊടുത്ത കാലുകളിൽ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെയാ കാറിന്റെ വീലിൽ ഉടക്കിയെന്നറിയില്ല. അത് ശ്രദ്ധിക്കാതെ കാറ് മുന്നോട്ടെടുത്തതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. സൈറ്റിൽ വന്നാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കണ്ടേ ഹരി? ശ്രദ്ധിച്ചു വേണ്ടേ കാറെടുക്കാൻ? അരുൺ വഴക്ക് പറയുന്നത് പോലെ പറഞ്ഞു. എടാ, സംസാരിച്ചു നിൽക്കാതെ അമ്മുവിനെ നോക്ക്, രാജശേഖരൻ പറഞ്ഞു. അപ്പോൾ അരുണും പലകകൾ എടുത്തു മാറ്റാൻ തുടങ്ങി.